गणानां त्वा गणपतिगुं हवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पद आनशृण्वन्नोतिभिः सीदसादनं प्रणो देवी सरस्वती वाजे भरवाजिनीपदी धीनामवित्रवधू गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ओम् गुरुर्ब्रह्मा गुरुर्विष्णु गुरुदेवो महेश्वरा गुरुसाक्षात् परब्रह्म तस्मै श्रीगुरवे नमः। सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावतीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ഓം ശ്രീ സായിരാം. ഇന്ന് 13ാമത്തെ ദിവസം നമ്മൾ വായിച്ച് സമർപ്പിച്ചു ഭഗവാന്. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊന്ന് നോക്കാം. അയോധ്യവാസികളെല്ലാം അയോധ്യയിലേക്ക് മടങ്ങിപ്പോയി കഴിഞ്ഞതിന് ശേഷം ശ്രീരാമൻ ഉൾവനത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വെച്ച് വിരാധനെ വധിക്കുന്നതാണ്. വിരാധൻ ഒരു ദുർവാസാവിൻ്റെ ശാപത്താൽ ഒരു സത്വമായി മാറിയതാണ്. ശ്രീരാമസ്വാമി വധിച്ചത് കൊണ്ട് ഒരു വിരാധൻ ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. എപ്പോഴും ഭഗവാന്റെ നാമം എൻ്റെ നാവിൽ ഉച്ചരിക്കണം. നമ്മൾ എല്ലാവർക്കും വേണ്ടി ഒരു പ്രാർത്ഥനയാണ്. വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകണം, പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകണം, ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകണം, നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണണം. നമ്മൾ സാധാരണ കേൾക്കാറില്ലേ, നാവെന്തിനു തന്നു ഭഗവാൻ നാരായണ നാമം ചൊല്ലാൻ. അപ്പോൾ അങ്ങനെ തൻ്റെ നാവ് കൊണ്ട് എപ്പോഴും നാമം ജപിക്കാറാകണം, കൈകൾ കൊണ്ട് ഭഗവാനെ സേവിക്കാറാകണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിരാധ സ്തുതിയോടെ ദേവലോകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഭഗവാന് ശത്രു മിത്രം അല്ലെങ്കിൽ അങ്ങനെ ഭേദഭാവങ്ങളൊന്നുമില്ല, ദ്വേഷഭക്തി അങ്ങനെയൊന്നുമില്ല. വിരാധൻ ശ്രീരാമചന്ദ്രനെ ദ്രോഹിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ അപ്പോഴും ഭഗവാൻ അവിടെ വളരെ സംയമനത്തോടെ ആ ശരീരത്തിന് മോക്ഷം കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭഗവാനോട് നേരെ നിന്ന് എതിർക്കാൻ പോലും അത്രയും ശക്തി ഉണ്ടെങ്കിലേ, അത്രയും നിഷ്കളങ്കരായ ഭക്തർക്ക് മാത്രമേ ഭഗവാനെ എതിർക്കാനും കഴിയുകയുള്ളൂ എന്നാണ് ഇതിലൂടെ കാണിച്ചു തരുന്നത്. അത് കഴിഞ്ഞിട്ട് ശരഭംഗാശ്രമത്തിൽ പോകുന്നുണ്ട്. ശരഭംഗാശ്രമത്തിൽ പോകുമ്പോൾ ശരഭംഗ മഹർഷി ശ്രീരാമനെ കാത്തുനിന്ന് ശ്രീരാമനെ അവർ മുന്നിൽ വെച്ച് തന്നെ സ്വന്തം ശരീരം വെടിയുന്നതായിട്ട് കാണുന്നു. പിന്നെ മുനിമണ്ഡലം. അപ്പോൾ അവിടെ വെച്ചിട്ട് കുറേ മുനിമാർ വന്ന് കാണുകയാണ് ചെയ്യുന്നത്. ഇപ്പം ശ്രീരാമ തത്വങ്ങൾ ശ്രീരാമൻ ശ്രീ മഹാവിഷ്ണു തന്നെയാണ്, ദേവി ലക്ഷ്മി ദേവിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതെല്ലാം അവർ പറയുന്നുണ്ട്. പിന്നെ രാക്ഷസന്മാരുടെ ശല്യം സഹിക്കവയ്യാതെ അവിടെയെല്ലാം തലയോടുകളിങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നതാണ് ശ്രീരാമചന്ദ്രൻ കാണുന്നത്. പിന്നെ സുതീക്ഷ്ണ ആശ്രമത്തിൽ പോകുന്നുണ്ട്, സുതീക്ഷ്ണ സ്തുതിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അഗസ്ത്യ ദർശനം. അഗസ്ത്യ മഹർഷി ഭഗവാനെ ദർശിച്ചിട്ട് ഇന്ദ്രൻ കൊടുത്ത തൻ്റെ വില്ലും അമ്പും ശരങ്ങളുമെല്ലാം ശ്രീരാമചന്ദ്രന് രാക്ഷസ നിഗ്രഹത്തിനായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവസാനം അഗസ്ത്യ മുനി വന്ന് ആദിത്യ ഹൃദയമന്ത്രം പറഞ്ഞിട്ട് ആണ് ശ്രീരാമചന്ദ്രന് രാവണനെ നേരിടാൻ കഴിയുന്നത്. ഇനി ഒരിക്കൽ കൂടെ അഗസ്ത്യ മുനി വരുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലക്ഷ്മണന് എങ്ങനെയാണ് ഭഗവാനെ കിട്ടാൻ, അല്ലെങ്കിൽ മുക്തിമാർഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നേരത്തെ പലതവണ പറഞ്ഞതാണ്. ഭക്തി ഉണ്ടായാൽ മതി. ഭക്തി കൊണ്ട് തന്നെ നമുക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കണമെന്ന് തോന്നും. അപ്പോൾ ഭഗവാന്റെ കഥകൾ കേട്ടു തുടങ്ങിയാൽ ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ തത്വങ്ങൾ നമ്മൾ പകർത്താൻ തുടങ്ങും. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്,
എൻ്റെ ഭക്തന്മാരെ കനിവോട് സേവിക്കുന്നതും ഏകദശാദി വ്രതങ്ങൾ എടുക്കുന്നതും എല്ലാമാണ് ശ്രീ ഭഗവാനെ കിട്ടാനുള്ള എളുപ്പ വഴികളെന്ന് പറയുന്നത്. ഇങ്ങനെയെല്ലാം എടുക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടല്ലോ. ഏകാദശി വ്രതവും അതുപോലെ അമ്പലത്തിൽ പോകുന്നതും ഭഗവാനെ നാമം ജപിക്കുന്നതും പൂജ ചെയ്യുന്നവരും എല്ലാം ഒരുപാടുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ലോകത്തൊരു മാറ്റവും വരാത്തത്? അപ്പോൾ മാറ്റം വരണമെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരെ സെർവ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം. എല്ലാവരും ചെയ്യുന്നുണ്ട്, അവർക്ക് നല്ല പുരോഗതി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ സ്വന്തമായിട്ട് പുരോഗതി ഉണ്ടാകുമ്പോൾ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സൂടെ, മറ്റുള്ളവരെ നമ്മൾ സഹായിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ചേഞ്ച് ഉണ്ടാകുന്നത്, ട്രാൻസ്ഫോർമേഷൻ വരുന്നതെന്ന് പറയും. അതായത് ഇപ്പോൾ ഈ നാമം ജപിച്ചിരിക്കുന്നവർക്ക് കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കണമെങ്കിൽ പോലും നമ്മൾ ആ സീറ്റ് വിട്ട് എണീറ്റല്ലേ കുറച്ച് താഴ്മയായിട്ട് എല്ലാവരുടെയും മുന്നേ അത് കൊണ്ട് കൊടുക്കുന്നത്. അതൊക്കെയാണ് സേവനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഒരു കഥ പറയുന്നത്, ഒരു ദിവസം ഒരാൾ ഒരു വീട്ടിൻ്റെ നടയിൽ വന്ന് നിന്ന് സഹായം ചോദിക്കും. ധർമ്മം എന്നാണ് പറയുന്നത്. ധർമ്മം എന്ന് വെച്ചാൽ ധർമ്മക്കാരൻ വന്നു എന്നൊക്കെയല്ലേ പറയുന്നത്. ധർമ്മം എന്ന് വെച്ചാൽ അത് മനുഷ്യൻ്റെ ധർമ്മമാണ്, നമ്മൾ മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ വീട്ടുടമസ്ഥൻ പറയും, ഇന്നലെ ഇവിടെ സദ്യ ഉണ്ടായിരുന്നു, ഇന്നലെ വന്നിരുന്നെങ്കിൽ നിനക്ക് ഭക്ഷണം കിട്ടിയേനേന്ന് പറയും. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന സേവനം എന്ന് പറയുന്നത് ഇതുപോലെയാണ്. നമുക്ക് വേണ്ടാത്ത സാധനങ്ങളായിരിക്കും അല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അതുപോലെ ഇന്നലെ കൊടുത്തു ഇന്ന് കൊടുക്കാനില്ല. ഭഗവാൻ പറയുന്നു, എപ്പോഴാണോ ഒരാൾ ആവശ്യമായിട്ട് വരുന്നത് അപ്പോഴാണ് നമ്മൾ സഹായിക്കേണ്ടത്. അല്ലാതെ സഹായം സ്വീകരിക്കുന്ന ആളിൻ്റെ ആ ഒരു അത്യാവശ്യം അനുസരിച്ചാണ് നമ്മൾ സഹായിക്കേണ്ടത്. അല്ലാതെ നമുക്ക് വേണ്ടാത്ത സാധനം, നമ്മൾ പ്രളയകാലത്ത് നമ്മളത് അറിഞ്ഞതാണല്ലേ. എല്ലാ പഴയ വസ്ത്രങ്ങളൊന്നും കൊടുക്കണ്ട എന്ന് പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. നമ്മൾ നല്ല നല്ല വസ്ത്രങ്ങളാണ് കൊടുത്തത്. പക്ഷെ അത് സമൂഹത്തിൻ്റെ ഉയർന്ന നിലയിലുള്ളവർ പോലും അന്ന് കഷ്ടപ്പെടുകയും എല്ലാ സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഒഴുകിപ്പോയ ആൾക്കാർ വരെ ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് നമ്മൾ പുതിയ സാധനങ്ങളാണ് എത്തിച്ചു കൊടുത്തത്. പ്രളയം നമ്മളെ പഠിപ്പിച്ചൊരു വലിയ പാഠം അതായിരുന്നു. നമുക്ക് വേണ്ടാത്തതല്ല നമ്മൾ കൊടുക്കേണ്ടത്, നല്ലത്. ഭഗവാന് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതുപോലെയാണ് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കേണ്ടത് എന്നൊരു വലിയ പാഠം പ്രളയം നമ്മെ പഠിപ്പിച്ചു. ഇന്നലെ വരെ ഏത് പൊസിഷനിലിരുന്നാലും പെട്ടെന്ന് ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്നും പ്രളയം നമ്മളെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞ് കോവിഡ് വന്നപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? കണ്ണിൽ പോലും കാണാൻ പറ്റാത്ത, അപ്പോൾ നമ്മൾ ഈ അഹങ്കരിക്കുന്നതൊക്കെ വെറുതെയാണ്. കണ്ണിൽ കാണാൻ പറ്റാത്ത എത്ര ചെറിയ ഒരു ജീവി വിചാരിച്ചാലും നമ്മളെ ദ്രോഹിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ ഈ മറ്റുള്ള ജീവികളെയൊക്കെ പിടിച്ച് കൊന്നു തിന്നുന്നത് കൊണ്ടാണ് കോവിഡൊക്കെ വ്യാപിക്കുന്നതെന്ന് ആ സമയത്തൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നത് അവർക്ക് എപ്പോഴാണ് ആവശ്യമുള്ളത്. അപ്പോൾ സ്വാമി എന്നിട്ട് പറയുന്നൊരു കഥയുണ്ട്. നിനക്ക് ഇപ്പോൾ നിൻ്റെ വീട്ടിൽ ആർക്കെങ്കിലും സുഖമില്ലാതെ ഒരുപാട് കൂടുതലാണ്, അപ്പോൾ നീ എന്നെ വിളിക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ അതുവഴി വന്നു, ഇന്ന് വന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അപ്പോൾ ഒരാളിന് എപ്പോഴാണോ ആവശ്യം വരുന്നത് അപ്പോഴാണ് നമ്മൾ സഹായിക്കേണ്ടത് എന്നാണ് അവിടെ ഭഗവാൻ പറഞ്ഞു തരുന്നത്. അങ്ങനെ സഹായിക്കുമ്പോഴാണ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്നത്. മറ്റൊരാളിന് സന്തോഷം കൊടുക്കാൻ പറ്റുന്നത് തന്നെയാണ് നമ്മൾ ചെയ്യുന്ന വലിയൊരു സേവനം എന്ന് പറയുന്നത്. ഇനി പലരും പറയുന്നൊരു കാര്യമാണ്, എനിക്കൊന്നിനും സമയം കിട്ടുന്നില്ല എന്ന്. അപ്പോൾ ഇത് ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമ്മൾ എന്ത് ജോലി ചെയ്യുമ്പോഴും ഭഗവാന്റെ നാമം പറഞ്ഞുകൊണ്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും കൂടുതൽ നാമം ജപിക്കാൻ അവസരം കിട്ടുന്നത് സ്ത്രീകളാണെന്ന് പറഞ്ഞായിരുന്നു. ഇനി വേറൊരു എങ്ങനെയാണ് സമയം നിയന്ത്രിക്കുന്നത്, എങ്ങനെ സമയം കണ്ടെത്താം എന്നുകൂടെ ഒന്ന് പറയാം. ഒരു വലിയ പാത്രം അല്ലെങ്കിൽ ഒരു കുപ്പി കണക്ക് ഉണ്ടെന്ന് കരുതുക. അതിൽ നമ്മൾ വലിയ കുറേ കല്ലുകൾ, കുറച്ചുകൂടെ ചെറിയ കല്ലുകൾ, മണൽ, കുറച്ച് വെള്ളം, ഇത്രയും തന്നിട്ട് അത് നിറയ്ക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് നിറയ്ക്കുക? ആദ്യം നമ്മൾ മണലെടുത്ത് തട്ടിയിട്ട് വെള്ളം നിറച്ചാൽ പിന്നെ ബാക്കിയുള്ള കല്ലുകളൊന്നും അതിനകത്ത് കൊള്ളില്ല. അതേസമയം ആദ്യമേ വെള്ളം നിറച്ചാലോ പിന്നെ അതിനകത്ത് ഒരു വസ്തുവും കൊള്ളില്ല.
അപ്പോൾ നമ്മളത് നിറയ്ക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം വലിയ കല്ലുകൾ ഇടുക, അതിന് മേളിൽ കുറച്ചുകൂടെ ചെറിയ കല്ലുകൾ ഇടുക. അപ്പോൾ ഈ വലിയ കല്ലിൻ്റെ ആ വിടവുകളിലെല്ലാം ഒന്ന് കുലുക്കുമ്പോഴേക്കും ആ വിടവുകളെല്ലാം നിറഞ്ഞു വരും. ഇനി മണൽ നിറയ്ക്കുക. അപ്പോൾ ഗ്യാപ്പുകളെല്ലാം ഫില്ലായി വരും. അതിന് മേളിൽ വെള്ളം നിറയ്ക്കുക. ഇത് പറഞ്ഞത് വേറൊരു കാര്യം പറയാനാണ്. ഇതുപോലെയാണ് നമ്മുടെ പ്രവൃത്തികളെന്ന് പറയുന്നത്. നമ്മൾക്കൊരു ദിവസം ചെയ്ത് തീർക്കേണ്ട ജോലി എന്ന് പറയുന്നത്. അപ്പം ആദ്യം രാവിലെ എണീറ്റുകൊണ്ട് കുട്ടികളെ സ്കൂളിൽ വിടണം. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക. ആദ്യം ഏത് ജോലി ചെയ്യണം, ആദ്യം ജോലി ഏത് ചെയ്യണം എന്നിങ്ങനെ നമ്മൾ ഒരു ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആവശ്യം പോലെ സമയം എല്ലാത്തിനും കിട്ടും. അപ്പോൾ അതാണ് ഈ വലിയ കല്ലുകളെന്ന് പറയുന്നത്. ഒന്നാമതായി ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണ്. കുറച്ചുകൂടെ ചെറുതെന്ന് പറഞ്ഞാൽ പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടല്ലേ നമ്മൾ തുണി അലക്കുകയും പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുകയും ചെയ്യുന്നത്. അപ്പോൾ അതാണ് ചെറിയ കല്ലുകൾ. അടുത്ത മൂന്നാമത്തെ കല്ലെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കുറഞ്ഞ കല്ലുകൾ. നമ്മൾ തറ തുടയ്ക്കുന്നതൊക്കെ ചിലപ്പോൾ എല്ലാ ദിവസവും ചെയ്തില്ല എന്ന് വരും. അത് ആഴ്ചയിൽ 2 ദിവസമൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതാണ് ആ മണലെന്ന് പറയുന്നത്. ഇനി വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ബന്ധു വീട്ടിലൊക്കെ പോകുന്നത്, അത് വേണമെങ്കിൽ നമുക്ക് ഒരു ദിവസം നീട്ടി വെച്ചെന്നും പറഞ്ഞൊരു പ്രശ്നവും ഇല്ലാത്തതാണെങ്കിൽ അത് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെ ആദ്യം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് പ്ലാൻ ചെയ്യണം. അത് നമ്മൾ ഈ ടെക്നിക്കലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എല്ലായിടത്തും പറയുന്നതാണ്, ആദ്യം പ്ലാൻ ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം പോകും. എന്തൊക്കെ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് ആദ്യം പ്ലാൻ ചെയ്യണം, പിന്നെ ആ പ്ലാനിനനുസരിച്ച് വർക്ക് ചെയ്യണം. അതായത് പ്ലാൻ ദ വർക്ക് ആൻഡ് വർക്ക് ദ പ്ലാൻ എന്ന് പറയും. അപ്പോൾ ആദ്യം നമ്മൾ പ്ലാൻ ചെയ്ത് വയ്ക്കുക, എന്നിട്ട് ആ പ്ലാനിനനുസരിച്ച് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം മിച്ചം കണ്ടെത്താൻ പറ്റും. അതിനാണ് ഈ കല്ലുകളുടെ കഥ പറഞ്ഞത്. അല്ലാതെ കല്ലുകളുടെ കഥയല്ല അത്. എങ്ങനെയാണ് നമ്മുടെ സമയം നമ്മൾക്ക് ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിൽ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യം പോലെ സമയം കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, എല്ലാം ഒരേ ഒരു ചൈതന്യം മാത്രമേ ഉള്ളൂ. ആ ഒരു ചൈതന്യം പലതായി മാറിയതാണ് ഈ ലോക ജന്തുക്കളെല്ലാം. ഇതെല്ലാം നമ്മൾ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതുകൊണ്ടാണ് ഇന്നത് ആവർത്തിക്കാത്തത്. പിന്നെ ഒരേ ഒരു ചൈതന്യം തമോ ഗുണത്തിലിരിക്കുമ്പോൾ പരമശിവൻ എന്ന് പറയും, മഹാദേവൻ എന്ന് പറയും. സൃഷ്ടി ചെയ്യുമ്പോൾ രജോ ഗുണത്തിലിരിക്കുമ്പോൾ നമ്മൾ ബ്രഹ്മാവ് എന്ന് പറയും. സ്ഥിതി പരിപാലകനായിട്ട് ഇരിക്കുമ്പോൾ മഹാവിഷ്ണു എന്ന് പറയും. അപ്പം എല്ലാറ്റിനെയും ഉള്ളിലിരുന്ന് ചലിപ്പിക്കുന്നത് ഒരേ ഒരു ചൈതന്യമേ ഉള്ളൂ, ദ്വന്ദ്വഭാവം ഇല്ല എന്നാണ് ഈ 13ാമത്തെ ഭാഗം വായിക്കുമ്പോൾ ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞിട്ട് ശൂർപ്പണഖ വരികയാണ് ചെയ്യുന്നത്. ശൂർപ്പനഖ എന്നാണ് പേര്. ശൂർപ്പ എന്ന് പറഞ്ഞാൽ മുറം പോലത്തെ നഖം ഉള്ളവളാണ് ശൂർപ്പണഖ. ശൂർപ്പണഖ കാമത്തിൻ്റെ പ്രതിബിംബമാണ് ശൂർപ്പണഖ. ആഗ്രഹം, ഒരിക്കലും നമുക്ക് എത്ര കിട്ടിയാലും മതിയാവാത്ത ആഗ്രഹങ്ങൾ ആണ് നമ്മെ എപ്പോഴും വഴിതെറ്റിക്കുന്നതെന്ന് പറയും. അതിന് ഒരു രൂപം എടുത്തതാണ് ശൂർപ്പണഖ. അപ്പം ശൂർപ്പണഖയ്ക്ക് ശ്രീരാമചന്ദ്രസ്വാമിയെ കാണുമ്പോൾ ഇഷ്ടം തോന്നുന്നു. അപ്പോൾ ശ്രീരാമസ്വാമി ലക്ഷ്മണൻ്റെ അടുത്തേക്ക് വിടും. ആകെ രാമായണത്തിൽ ഈ കുറച്ചൊരു നമ്മൾ കോമഡി ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു പോർഷൻ ഇത്ര രണ്ടുപേരുടെ അടുത്ത് ഇങ്ങനെ മാറി മാറി ചെന്ന് നിന്ന് കാര്യങ്ങൾ ചോദിച്ച അവസാനം നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് കോപം ഉണ്ടാകും. അതാണ് ശൂർപ്പണഖ സീതാദേവിയുടെ നേർക്ക് ചാടി അടുക്കുമ്പോഴാണ് ലക്ഷ്മണൻ മുലയും മൂക്കുമെല്ലാം അരിഞ്ഞു വിടുന്നതും അങ്ങനെ അരുവി ആറുപോലെ ഒഴുകിയിട്ട് ചെന്ന് മറ്റവൻ്റെ സഹോദരങ്ങളെല്ലാം പറഞ്ഞു വിടുന്നതും അവരെല്ലാം നശിച്ചു പോകുന്നു. എല്ലാവരും ഭഗവാന് നേരെ നിന്ന് യുദ്ധം ചെയ്ത് ശുദ്ധാത്മാക്കളായിട്ടാണ് തിരികെ പോകുന്നത്. അടുത്ത് രാവണന്റെ വരവുണ്ട് ഇനിയിപ്പോൾ എന്ന് ശ്രീരാമചന്ദ്രൻ പറയുന്നു. കാട്ടിലേക്ക് പോകുമ്പോൾ തന്നെ ദേവിയെ അഗ്നിയിൽ മറച്ചു വെച്ചിട്ട് സീതയെ കൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ പോകുന്നത്. അതാണ് അഗ്നിയിൽ ചാടിയിട്ട് ദേവി പരിശുദ്ധി തെളിയിക്കണം എന്ന് പറയുമ്പോൾ അഗ്നിയിൽ മറഞ്ഞിരുന്ന ദേവിയെയാണ് തിരിച്ച് ശ്രീരാമചന്ദ്രനോട് ചേരുന്നത്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ തന്നെ
രാവണൻ്റെ വരവുണ്ട്. അപ്പോൾ ദേവിയെ എത്രയും നല്ലവണ്ണം സംരക്ഷിച്ചു കൊള്ളാൻ ലക്ഷ്മണന് നേരത്തെ നിർദ്ദേശം കൊടുക്കുന്നുണ്ട് ശ്രീരാമചന്ദ്രൻ. അപ്പോൾ നമ്മൾ എപ്പോഴും ഭഗവാന്റെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കേൾക്കും, നമുക്കറിയുന്ന രീതിയിലാണ് നമ്മൾ ഇതെല്ലാം ഭഗവാന്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത്. പക്ഷേ അതിൽ ചെറിയ ചെറിയ തിരുത്തലുകൾ ചെയ്യുമ്പോൾ വളരെ വലിയൊരു ഫലം കിട്ടും. അപ്പോൾ നമ്മൾ വെറുതെ രാമായണം വായിച്ചു പോയാൽ ഒരു കഥയായിട്ട് തോന്നും. അതേസമയം നമ്മൾ മനസ്സിരുത്തി വായിക്കും തോറും നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിൽ തെളിഞ്ഞു വരും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള പല കഥാപാത്രങ്ങളെയും നമുക്ക് കണ്ടെത്താൻ പറ്റും. നമുക്ക് സ്വയം ഒരു തിരുത്തലിനും കൂടെയുള്ളൊരു അവസരമാണ് ഓരോ വായനയും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ ജീവിതത്തിലും വന്നിട്ടുണ്ടായിരിക്കും. അത് എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ് തിരുത്തൽ വരുത്തേണ്ടത്, എങ്ങനെയാണ് നമ്മൾ മറ്റൊരാളിന് സേവനം ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ രാമായണ ഓരോ വായനയും നമുക്കെപ്പോഴും ശ്രീരാമചന്ദ്രൻ്റെ നാമവും രൂപവും മനസ്സിലിങ്ങനെ തെളിഞ്ഞു വരും. അപ്പോൾ ശ്രീരാമസ്വാമി പറയുന്നുണ്ട്, ഭക്തിയുള്ളവർക്ക് സായുജ്യമാ മോക്ഷത്തെ കൊടുക്കും. സായുജ്യം എന്ന് പറഞ്ഞാൽ ഭഗവാനിൽ ലയിക്കാനുള്ള അവസരം. സാധാരണ പറയും സ്വർഗത്തിലാണ് പോകുന്നതെന്ന്. സ്വർഗത്തിൽ പോയാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മൾ വീണ്ടും താഴേക്ക് പതിക്കും. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് ഇവിടെ തന്നെയാണെന്ന് പറയില്ല. കുറച്ച് നാൾ നല്ലോണം നല്ല ജീവിത സാഹചര്യങ്ങളൊക്കെ ആയിട്ട് ക്ഷയിച്ചു പോകുന്നത്. പക്ഷേ സായുജ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പാദത്തിൽ ലയിക്കാനുള്ള അവസരമാണ്. അപ്പോൾ നമുക്ക് പറ്റിപ്പോയ തെറ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തിരുത്തലുകൾ, ഇപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ അമ്പലത്തിൽ പോകുന്നതോ ഗീത പഠിക്കുന്നതോ രാമായണം വായിക്കുന്നതോ ഒന്നുമല്ല. നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ചുറ്റുമുള്ളവരിൽ ഭഗവാനെ കാണുക, അവർക്കുള്ള സേവനം ചെയ്യുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്താണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. പക്ഷേ എന്ന് വെച്ചിട്ട് എപ്പോഴും അവരെ സേവിച്ച് 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 അവരെ കൊണ്ടും കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യിക്കണം. അങ്ങനെ അവർക്ക് കുറച്ച് ഫ്രീഡവും എല്ലാം ചെയ്യാനുള്ള അവസരങ്ങളും ചെയ്ത് പഠിക്കാനുള്ള, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിലെന്ന് പറഞ്ഞാൽ കുട്ടികളെല്ലാവരും ദൂരസ്ഥലത്ത്, ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും ദൂരസ്ഥലത്ത് പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് ചെയ്ത് ശീലിക്കാനുള്ളൊരു അവസരം കൊടുക്കാം. പിന്നെ ഇപ്പോൾ അമ്പലത്തിൽ പോകുന്നതിനേക്കാൾ പ്രധാനമാണ് അമ്പലത്തിൽ പോകാൻ സഹായിക്കുക എന്നുള്ളത്. അപ്പോൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക, മോശമായ ഒരു വാക്ക് പറഞ്ഞാൽ അതാണ് ഏറ്റവും ദോഷമെന്ന് പറയും. അമ്പലത്തിൽ പോകാൻ ഇറങ്ങുന്നവരെ മോശമായിട്ടൊരു വാക്ക് പറയുന്നത്. അപ്പോൾ ഓരോ വായനയും ഒരു പുതിയ അനുഭവം ആയി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പറഞ്ഞ എല്ലാ വാക്കുകളും ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. ജയ് സായിരാം.